ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ അന്വേഷണം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ UDF ഭരണസമിതിയുടെ കാലത്തേക്കും കൊടിമര പുനർനിർമ്മാണത്തിൽ പ്രത്യേക കേസെടുത്ത് അന്വേഷണം നടത്താൻ ഹൈക്കോടതി നിർദ്ദേശം നൽകി. സംസ്ഥാന വിജിലൻസ് ത്വരിത പരിശോധന നടത്തും. 2017 പ്രയാർ ഗോപാലകൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതിയുടെ കാലത്തായിരുന്നു കൊടിമര പുനർനിർമ്മാണം. അതേസമയം സ്വർണ്ണപ്പാളികളിൽ വീണ്ടും ശാസ്ത്രീയ പരിശോധന നടത്താൻ SITക്ക് ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് അനുമതി നൽകി. ഇടക്കാല ഉത്തരവിലാണ് നിർദ്ദേശം. വിഷ്ണു സുരേഷ് വിശദാംശങ്ങളുമായി. വിഷ്ണു, വളരെ പ്രധാനപ്പെട്ട നിർദ്ദേശമാണ് കോടതിയുടെ ഭാഗത്ത് വന്നത്. രണ്ടെണ്ണമാണ് ഏറ്റവും പ്രധാനം. UDF ഭരണസമിതിയിലേക്ക് കൂടി അന്വേഷണം പോകുന്ന തരത്തിലാണ് കാര്യങ്ങൾ വന്നിട്ടുള്ളത്. കൊടിമര പുനർപ്രതിഷ്ഠയിൽ പ്രത്യേക കേസ് എടുക്കണമെന്ന് പറഞ്ഞിരിക്കുന്നു. ഒപ്പം സ്വർണ്ണപ്പാളികളിൽ വീണ്ടും ശാസ്ത്രീയ പരിശോധന, അത് SIT ആവശ്യപ്പെട്ടത് പ്രകാരം. വിവരങ്ങൾ. അനുജ, നമ്മൾ ഇന്ന് രാവിലെ മുതൽ പറഞ്ഞതാണ് ഇന്നത്തെ കോടതി നടപടി സ്വർണ്ണക്കേസുമായി ബന്ധപ്പെട്ട് ഏറ്റവും നിർണായകമാണെന്ന്. അതുപോലെ തന്നെ സംഭവിച്ചിരിക്കുന്നു. സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് ഏറ്റവും സുപ്രധാനമായ ചില നീക്കങ്ങളിലേക്ക് ഹൈക്കോടതി കടക്കുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ടത് കൊടിമര പുനഃപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിലേക്ക് കടക്കാൻ SITക്ക് നിർദ്ദേശം നൽകിയിട്ടുള്ളതാണ്. 2017 കൊടിമര പുനഃപ്രതിഷ്ഠ നടന്നത്. കഴിഞ്ഞ തവണത്തെ ഹൈക്കോടതി ഇടക്കാല ഉത്തരവിൽ വളരെ കൃത്യമായി തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് നിലവിൽ സ്വർണ്ണക്കൊള്ളയിലാണ് അന്വേഷണം ആരംഭിച്ചതെങ്കിലും ഇതിന്റെ അന്വേഷണം മറ്റു രീതിയിലേക്കൊക്കെ പോകുകയാണ്, മറ്റിടങ്ങളിലേക്കൊക്കെ വ്യാപിച്ചു കിടക്കുന്നു. അതുകൊണ്ട് ഈ കൊടിമരയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ പരിശോധന നടത്താമെന്ന് ഉത്തരവിൽ കോടതി പറഞ്ഞിരുന്നു. അത് കൂടുതൽ ശക്തമായി ഇപ്പോൾ കേസെടുത്ത് അന്വേഷിക്കാനുള്ള നിർദ്ദേശത്തിലേക്കാണ് ഇപ്പോൾ ഹൈക്കോടതി കടന്നിരിക്കുന്നത്. കൊടിമര പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ട് 2017 പുനർനിർമ്മിച്ചതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന വിജിലൻസ് ത്വരിത അന്വേഷണം നടത്തണം എന്നാണ് നിർദ്ദേശം. സംഭാവനയായി ലഭിച്ച സ്വർണത്തിൽ അവ്യക്തതയുണ്ട് എന്ന് കോടതി വ്യക്തമാക്കുന്നു. അതായത് ഈ കൊടിമര നിർമ്മാണവുമായി ബന്ധപ്പെട്ട് 27ഓളം ആളുകൾ, ചില സെലിബ്രിറ്റികളടക്കമുള്ള ആളുകൾ സ്വർണം നൽകിയിട്ടുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് അത് 2 മുതൽ 4 കിലോ വരെ സ്വർണമാണ് കൈമാറിയിട്ടുള്ളത് കൊടിമര സ്വർണ്ണ നിർമ്മാണവുമായി ബന്ധപ്പെട്ട്. പക്ഷേ അത് മെഹസറിൽ രേഖപ്പെടുത്തുന്നതിലടക്കം ഗുരുതര വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. ആ സ്വർണം കൈമാറിയതിലടക്കം വലിയ അവ്യക്തത ആ കണക്കിലുണ്ട് എന്നാണ് ദേവസ്വം വിജിലൻസിന്റെ റിപ്പോർട്ട്. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഹൈക്കോടതി ഒരു അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നത്. അതായത് ഇനിയിപ്പോൾ അന്വേഷിക്കുന്ന SIT ദ്വാരപാലക ശില്പ കേസിലും ഒരു FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, കട്ടിളപ്പാളി കേസിൽ FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ 2017 നടന്ന കൊടിമര പുനഃപ്രതിഷ്ഠയിലും ഒരു FIR രജിസ്റ്റർ ചെയ്ത അന്വേഷണത്തിലേക്ക് പോകുമ്പോൾ അത് UDFലെ പ്രതിരോധത്തിലാക്കുന്ന ഒന്നാണ്. കാരണം 2017 കൊടിമര പുനഃപ്രതിഷ്ഠ നടന്നത് അത് UDF ആണ് അന്ന് ബോർഡ് കൈകാര്യം ചെയ്യുന്നത്. അതിലെ പ്രധാനപ്പെട്ട അംഗം ഇപ്പോൾ ഉള്ളത് അജയ് തറയിലാണ്. അദ്ദേഹത്തിന്റെ പ്രതികരണം അടക്കം പുറത്തുവരികയും ചെയ്തു. പക്ഷേ അതിനൊരു പ്രതിരോധമായി അവർ തീർക്കുന്നത് നേരത്തെ തന്നെ ഇതേ ഹൈക്കോടതി തന്നെ ഒരു ഡിവിഷൻ ബെഞ്ച് ഈ 31 ഈ 2017 നടന്ന കൊടിമര പുനഃപ്രതിഷ്ഠയെ അഭിനന്ദിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ വളരെ കൃത്യമാണെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരു ഉത്തരവ് പുറത്തിറക്കിയിരുന്നു. അതുകൊണ്ട് കോടതിയെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ഈ SIT ചെയ്തിരിക്കുന്നത് എന്നാണ് അന്നത്തെ UDFന്റെ ബോർഡംഗമായ അജയ് തറലടക്കം പറഞ്ഞത്. പക്ഷേ ആ ഉത്തരവ് എത്രത്തോളം പ്രതിരോധം തീർക്കാനാകും എന്നുള്ള കാര്യത്തിലൊരു സംശയമുണ്ട്. കാരണം വിജിലൻസിന്റെ പരിശോധനയിൽ ചില ക്രമക്കേടുകൾ പ്രഥമ ദൃഷ്ടിയാൽ കണ്ടിട്ടുണ്ട്. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഹൈക്കോടതി അടിയന്തരമായി ഇത്തരത്തിലൊരു നീക്കത്തിലേക്ക് പോയത്. കൊടിമര പുനഃപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് കേസെടുക്കാൻ നിർദ്ദേശിച്ചിരിക്കുന്നു. ആ കേസ് പത്തനംതിട്ടയിൽ ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സ്റ്റേഷൻ പരിധിയിൽ കേസ് രജിസ്റ്റർ ചെയ്യും. അത് പിന്നാലെ SITക്ക് കൈമാറും. SIT അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിലേക്ക് പോകും. മറ്റൊന്ന് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട്, അത് 2019-2025 നിലവിലെ കേസുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണ്. അതിൽ VSSC പരിശോധനാ ഫലത്തിന്റെ അന്തിമ റിപ്പോർട്ട് ഇന്ന് ഹൈക്കോടതിയിൽ പ്രത്യേക അന്വേഷണ സംഘം കൈമാറി. പക്ഷേ ആ അന്വേഷണ റിപ്പോർട്ടിൽ, അല്ലെങ്കിൽ ആ പരിശോധനയിൽ കൂടുതൽ വ്യക്തത വരുത്തണമെന്ന ആവശ്യം SIT മുന്നോട്ട് വെച്ചു. ആ ആവശ്യം കോടതി അംഗീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ മുംബൈയിലുള്ള ബാബ ആറ്റോമിക് സെന്ററിൽ പരിശോധനയ്ക്ക് അയക്കാൻ ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടുള്ളത്. അത് ഈ കേസിലെ ഏറ്റവും നിർണായകമായ നടപടിയായി മാറും. അത് സൂചിപ്പിക്കുന്നത് അന്വേഷണം കുറച്ചുകൂടി നീണ്ടുപോകും എന്നുള്ള കാര്യത്തിലാണ്. ഒരു സമഗ്രമായ അന്വേഷണത്തിലേക്ക്, ആദ്യം ഒരു ദ്വാരപാലക ശില്പം അനുമതിയില്ലാതെ സ്വർണം പൂശാൻ കൊണ്ടുപോയ കേസിലാണ് റിപ്പോർട്ടിലാണ് തുടങ്ങുന്നതെങ്കിൽ ഇപ്പോൾ ശബരിമലയുടെ ക്രമക്കേടുമായി ബന്ധപ്പെട്ടുള്ള അറ്റവും മൂലയും എല്ലാം തിരഞ്ഞുള്ള ഒരു അന്വേഷണത്തിലേക്ക് SIT പോവുകയാണ്. അതിന് പൂർണ്ണ നിർദ്ദേശം കോടതിയുടെ പൂർണ്ണ പിന്തുണയുമുണ്ട്. അനുജ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.